ഹായ് ഹലോ വെൽക്കം ബാക്ക്. വെറും 5 മിനിറ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു മഴയത്തൊക്കെ നമുക്ക് വൈകുന്നേരം നല്ല ചൂടുള്ള പാസ്ത ഒക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഈ ഒരു പാസ്ത എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ബട്ടറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ ഓയിലൊന്നും ഉണ്ടാക്കിയെടുക്കരുത്. ഇതുപോലെ ബട്ടറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക. ബട്ടറൊക്കെ ഇതാ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ഈ ഒരു സമയം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതാ ഇവിടെ ക്യാബേജ്, ക്യാപ്സിക്കം പിന്നെ ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മഷ്റൂം ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് നല്ലതായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് ചിക്കനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ടൈമിൽ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇതാ കുറച്ചൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഓവറായി കുക്കായി തീർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ വേവിച്ച് വെച്ച ആ ഒരു വെജിറ്റബിൾസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിതാ ആ ഒരു സെയിം പാൻ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് വീണ്ടും കുറച്ചും കൂടി ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇതാ ഇതുപോലെ ഒന്ന് മെൽറ്റായി വന്നാൽ നമുക്കതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിത് അവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മൈദയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഇതുപോലെ കുറച്ച് സമയം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ആ ഒരു ടൈമിൽ തന്നെ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ മൈദ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കട്ടയായി പിടിക്കുകയും ചെയ്യും. ഇതുപോലെ കട്ടിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ പാൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇത് നല്ലോണം കട്ടിയായി വന്നപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പാലുണ്ടെങ്കിൽ പാൽ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ലൊരു സ്പൈസിക്ക് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സ് ആണ്. ചില്ലി ഫ്ലെക്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഉണക്കമുളക് ഉണ്ടല്ലോ, ഉണക്കമുളക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താലും മതി. ഒരുപാടങ്ങ് പൊടിച്ചെടുക്കാതെ ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഇനി ഇതാ ഇതിലേക്ക് മാഗി ക്യൂബാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഓപ്ഷണലാണ്. മാഗി ക്യൂബ് ചേർത്തെടുക്കുമ്പോൾ ഒരു 1/4 ഭാഗം, അതിൻ്റെ 1/4 ഭാഗത്തോളം മാത്രം അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതാ ചീസാണ്. ചീസ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. ചീസാണ് ഇതിൻ്റെ ഫ്ലേവർ വരിക കേട്ടോ. അതുകൊണ്ട് തന്നെ ചീസ് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഏത് ചീസും ചേർത്ത് കൊടുക്കാം. സ്ലൈസ് ചീസോ അല്ലാന്നുണ്ടെങ്കിൽ മോസറല്ല ചീസാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ആ ഒരു ചീസൊക്കെ ഇതുപോലെ ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മൈദ ഇതുപോലെ ഈ ഒരു സോസ് ഒന്നുകൂടി കട്ടിയായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പാലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമോ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ കുറുക്കിയെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ അതിലേക്ക് നമുക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ചീസിലൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ മാഗി ക്യൂബൊക്കെ ചേർത്ത് കൊടുത്തില്ല, അതിലും കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ എല്ലാ ഉപ്പും കൂടി പോകാതെ ശ്രദ്ധിക്കുക. ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ഒരു വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണേ. ഇനി ഇതാ ഞാനിവിടെ നേരത്തെ തന്നെ പാസ്ത ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏത് പാസ്ത എടുക്കാവുന്നതാണ്. അപ്പോൾ വേവിച്ച് വെച്ച ആ ഒരു പാസ്തയും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലുണ്ടല്ലോ, മല്ലിയില ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഓർഗാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചിലർക്ക് ഓർഗാൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടാവില്ല. അപ്പം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇതുപോലെ അങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു പാസ്ത ആ ഒരു സോസൊക്കെ ഇതുപോലെ അങ്ങ് മിക്സാക്കി എടുക്കണം കേട്ടോ. പാസ്തയിലേക്ക് ആ ഒരു സോസൊക്കെ നല്ലോണം പിടിക്കുന്ന രീതിയിൽ വേണം മിക്സാക്കി എടുക്കാനായിട്ട്. ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. വെറും 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഈസിയുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്